സദാചാര പോലീസുകാർ ഈ നാട്ടിലെ നിയമം കയ്യിലെടുക്കുകയാണ്. ഒരാണും പെണ്ണും ഒന്നിച്ചിരുന്നാൽ, സംസാരിച്ചാൽ, ഒന്ന് മിണ്ടിയാൽ പോലും ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ, അതായത് അവർ ആക്രമണം നടത്തുന്നു, ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്നു, ചൂഷണം ചെയ്യുന്നു. ഈ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിലാണ് ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നത്. കാസർഗോഡ് മഞ്ചേശ്വരത്തുണ്ടായ ഒരു സദാചാര ആക്രമണത്തിൻ്റെ വാർത്തയിലേക്കാണ്. മഞ്ചേശ്വരത്തിൽ വീട്ടിൽ അതിക്രമിച്ചു കയറിയ യുവതിയുടെയും ആൺസുഹൃത്തിൻ്റെയും വീഡിയോ പകർത്തുകയും ലൈംഗിക ചൂഷണശ്രമം നടത്തിയതിനും 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉദ്യാവാര സ്വദേശികളായ അൻവർ, സെനോഹർ എന്നിവരാണ് പിടിയിലായത്. 27-കാരിയായ ഭർത്തൃമതിയാണ് അതിക്രമത്തിനിരയായത്. എതിർത്തപ്പോൾ വീഡിയോ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, യഥാർത്ഥത്തിൽ ഇത് സദാചാര പോലീസിന് ചമഞ്ഞുള്ളൊരു ആക്രമണമായിരുന്നോ? ഈ 2 പേർ മാത്രമാണോ ഈ പ്രതിപട്ടികയിലുള്ളത്? എന്താണ് അവിടെ സംഭവിച്ചത്? ടോമേ, ഇതൊരു സദാചാര ഗുണ്ടായിസമാണ്. അതിനുമപ്പുറം ഈ ഒരു യുവതിയെ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു എന്ന ഒരു പരാതി കൂടി ഇതിലുണ്ട്. അതോടൊപ്പം ഡയമണ്ട്, ഈ പെൺകുട്ടി ധരിച്ചിരുന്ന ഡയമണ്ട് മോതിരം, അത് ഈ ഒരു സംഘം കൈക്കലാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ നിരന്തരം പണം ആവശ്യപ്പെട്ടു, അതോടൊപ്പം ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങി നിരവധി പരാതികൾ ഈ ഒരു പ്രതികൾക്കെതിരെയുണ്ട്. ഏതായാലും 2 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 23-ന് രാത്രി 10 കൂടിയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അതായത് യുവതിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ ഈ സംഘം ആൺസുഹൃത്തുമായി ഉണ്ടായിരുന്ന ആ സമയത്ത് യുവതിക്കൊപ്പം ആൺസുഹൃത്തുണ്ടായിരുന്നാണ് പറയുന്നത്. ഇവരുടെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതിന് ശേഷം ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കും, അതോടൊപ്പം യുവതിയുടെ വിദേശത്തുള്ള ഭർത്താവിന് അയച്ചു കൊടുക്കും എന്ന് ഭീഷണിപ്പെടുത്തി നിരന്തരം പണം ആവശ്യപ്പെട്ടു. കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഡയമണ്ട് ഇവർ എടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം കൂടുതൽ പണം ആവശ്യപ്പെട്ട് നിരന്തരം ഈ പെൺകുട്ടിയെ ഇവർ ശല്യം ചെയ്തു. 28-ന് വീട്ടിലേക്ക് വരും, ലൈംഗികമായി വഴങ്ങണം എന്ന ഒരു ആവശ്യം ഇവർ, ഈ അൻവർ എന്ന് പറയുന്ന കേസിലെ 1-ാം പ്രതി ഉന്നയിച്ചു. ഇതോടുകൂടിയാണ് 29-ാം തീയതി യുവതി പോലീസിൽ പരാതി നൽകുന്നു. മഞ്ചേശ്വരം പോലീസ് അപ്പോൾ തന്നെ കേസെടുക്കുന്നു. പ്രതികളെ ഇന്ന് രാവിലെയോട് കൂടിയാണ് അറസ്റ്റിലാകുന്നത്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ ഇതിൽ കൂടുതൽ പേർ പ്രതികളായിട്ടുണ്ടോ എന്നത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ ഈ അൻവർ എന്ന് പറയുന്ന അയാളും സെനോഹർ എന്ന് പറയുന്ന ഇയാളും ഇതിൽ ഒത്താശ ചെയ്തു കൊടുത്തതിനാണ് ഈ 2-ാം പ്രതി സെനോഹറിനെതിരെ കുറ്റം ചുമത്തിയിട്ടുള്ളത്. ഇവർക്കെതിരെ സ്ത്രീ സുരക്ഷ, അതോടൊപ്പം വീട്ടിൽ അതിക്രമിച്ചു കയറൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ നിരവധി വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഇവരെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ യുവതിയിൽ നിന്നും ഇവർ എത്ര പണം ഇങ്ങനെ കൈക്കലാക്കി, അത്ര കാര്യങ്ങൾ ഏതായാലും ഇവർ പോലീസ് അറിയുന്നുണ്ട്. അതോടൊപ്പം ഇവർ വീഡിയോ ചിത്രീകരിച്ച ആ മൊബൈൽ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ആ മൊബൈലും വിശദമായി പരിശോധിക്കുന്നുണ്ട്. മറ്റേതെങ്കിലും പെൺകുട്ടികളെയോ സ്ത്രീകളോ ഇവർ ഇത്തരത്തിൽ ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും യുവതി ഈ കാര്യം ആദ്യം പുറത്തു പറഞ്ഞില്ല. പിന്നീട് ഈ ഭീഷണി അല്ലെങ്കിൽ ഈ ശല്യം സഹിക്കവയ്യാതെയാണ് പോലീസിൽ പരാതി വരുന്ന സാഹചര്യം ഉണ്ടായത്. അതോടുകൂടിയാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഉദ്യാവാര സ്വദേശിയായ അൻവറാണ് ഈ കേസിലെ 1-ാം പ്രതി. ഏതായാലും ഈ മൊബൈൽ ഫോൺ വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഇതിൽ ഈ യുവതിയുടെയും യുവാവിനെയും ഒപ്പം ഇവർ ചിത്രീകരിച്ച ദൃശ്യങ്ങളെല്ലാം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനമാണ്, ഈ കേസിൽ ഇവർ ഇത്തരത്തിൽ എത്ര പെൺകുട്ടികൾക്ക് നേരെ ഇങ്ങനെ അതിക്രമം നടത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാറുണ്ട്. അത് പോലീസ് വിശദമായി ഇവരെ ചോദ്യം ചെയ്യുകയാണ്. ഏതായാലും ഈ 2 പേരെയും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടോം, തീർച്ചയായും ബൈജു, ഇത് കാസർഗോഡ് ജില്ലയിൽ ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത്തരം സദാചാര ഗുണ്ടായിസം പലപ്പോഴായി ഇങ്ങനെ കേട്ടുവരുന്നുണ്ട്. ഇങ്ങനെ പ്രത്യേകിച്ച് നാട്ടിൻപുറങ്ങളിലാണ്. ഒരു വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത്, ആളുകൾ വരികയും പോവുകയും ചെയ്യുന്നതൊക്കെ കൃത്യമായി നിരീക്ഷിക്കും. പിന്നീട് അവിടുത്തെ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തും, ബ്ലാക്ക് മെയിൽ ചെയ്യും, അതിൻ്റെ പേരിൽ പണം അപഹരിക്കും, ലൈംഗിക ചൂഷണം നടത്തും. ഇത്തരം ഒരു സംഭവങ്ങൾ, നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പരാതികളുണ്ട്. ഇവിടെ എന്തായാലും ഈ യുവതിയും ആൺസുഹൃത്തും അവരെ ന്യായീകരിക്കുന്നില്ല. കാരണം അവരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. കാരണം ഭർത്തൃമതിയായിട്ടുള്ള യുവതിയാണ് മറ്റൊരു അന്യപുരുഷനെ വീട്ടിൽ വിളിച്ചു കയറ്റിയത്. അത് രാത്രി സമയത്താണ്. ആ സമയത്താണ് നാട്ടുകാർ ഇടപെട്ടത്. പക്ഷെ അവർക്ക് ഈ നിയമം കയ്യിലെടുക്കാൻ ഈ നാട്ടിൽ ആർക്കും അവകാശമില്ല. അവിടെയാണ് ഈ കേസിൻ്റെ സ്വഭാവം തന്നെ മാറുന്നത്. ഈ പിടിയിലായ 2 പേരെ കൂടാതെ കൂടുതൽ പേർ ഈ പ്രതിപട്ടികയിലുണ്ടോ? മാത്രമല്ല, ഇതിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ടോ? ടോം സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം
ഇതിൽ ഈ ഒരു സംഭവത്തിൽ ഇവർ ഇത്തരത്തിൽ ഒരു സദാചാര ഗുണ്ടായിസം മാത്രമല്ല നടത്തിയിട്ടുള്ളത്. ഇതിന്റെ മറവിൽ ഈ യുവതിയെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു, അതായത് ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു, യുവതിയെ ഭീഷണിപ്പെടുത്തി. പ്രത്യേകിച്ച് ഭർത്തൃമതി കൂടി ആയതുകൊണ്ട് തന്നെ ഇത്തരം ദൃശ്യങ്ങൾ ഭർത്താവിനെ അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഭീഷണിപ്പെടുത്തി. അതിലും അപ്പുറം ഇവരോട് നിരന്തരം പണം ആവശ്യപ്പെട്ടു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ ഡയമണ്ട് റിങ് അത് ഈ സംഘം കൈക്കലാക്കി. അതിന് പണമില്ലാത്തത് കൊണ്ടാണ് ഡയമണ്ട് റിങ് യുവതിയിൽ നിന്നും ബലമായി ഇവർ വാങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് നിരന്തരം 23 മുതൽ ഈ സംഭവം നടന്നത് മുതൽ ഈ ദൃശ്യം ഇവരുടെ കയ്യിൽ ഉള്ളത് മുതൽ നിരന്തരം യുവതിയെ ഭീഷണിപ്പെടുത്തി പണം ഇത്തരത്തിൽ ആവശ്യപ്പെടുന്നു. ഏറ്റവും ഒടുവിലായി യുവതിയോട് ലൈംഗികമായി വഴങ്ങണമെന്ന് ആവശ്യപ്പെടുന്നു. അത് ഒരു സദാചാര ഗുണ്ടായസത്തിനും അപ്പുറമാണ്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി കേസുകൾ ഇത്തരത്തിൽ പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിൽ, കർണാടകയോട് അതിർത്തി പങ്കിടുന്ന പ്രദേശം, ഇത് തലപ്പാടി അതിർത്തിയാണ്. മംഗളൂരുവിന് തൊട്ട് കിടക്കുന്ന സ്ഥലമാണ് ഉദ്യാവര എന്ന് പറയുന്നത്. ഉദ്യാവര കഴിഞ്ഞാൽ പിന്നീട് തലപ്പാടി ചെക്ക് പോസ്റ്റാണ്, പിന്നീട് കർണാടകയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവം കൂടുതലായും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പലതും ഭയം കാരണം പുറത്തു പറയാത്ത സാഹചര്യമുണ്ട്. കാരണം ഇത്തരം ആളുകളെല്ലാം വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരായിരിക്കും. ഏതെങ്കിലും തരത്തിൽ എതിർത്താൽ അത് വലിയ തോതിൽ അവർക്ക് അവിടെ ജീവിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ഇത് എതിർക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഈ കേസിൽ ഈ മൊബൈലിൽ ദൃശ്യങ്ങൾ ശേഖരിച്ച് അത് ഭർത്താവിന് അയച്ചു കൊടുക്കും, സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഭീഷണി അത് വലിയ തോതിൽ ഇവരെ ബാധിച്ചു. മാത്രമല്ല നിരന്തരം പണം ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഒടുവിൽ ഗത്യന്തരമില്ലാതെയാണ് മഞ്ചേശ്വരം പോലീസിൽ യുവതി പരാതിയുമായി എത്തുന്നത്. അങ്ങനെ പോലീസ് രാത്രി 8 മണിയോടുകൂടിയാണ് യുവതി 29-ാം തീയതി രാത്രി 8 മണിയോടുകൂടിയാണ് യുവതി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. അപ്പോൾ തന്നെ ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. വളരെ വേഗത്തിൽ പോലീസ് നടപടി ഉണ്ടാകുന്നു. കാരണം ഇത് തന്നെയാണ് ഈ ഒരു സംഘം ഈ ഒരു യുവതിയുടെ എത്തിയിരുന്നെങ്കിൽ മറ്റു യുവതികളെയും ഇത്തരത്തിൽ ചൂഷണം ചെയ്തിട്ടുണ്ടാകാമെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. മാത്രമല്ല ടോം ചോദിച്ചതുപോലെ തന്നെ ഇതിൽ ഇവർക്ക് എത്രത്തോളം ക്രിമിനൽ പശ്ചാത്തലം അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ടോ? കാരണം ഇവർ നാട്ടിൽ സ്ഥിരം ഈ പ്രശ്നക്കാരാണോ പിടിയിലായ രണ്ടുപേരും? ബൈജു, ടോമി, അത്തരം പരാതികൾ വരുന്നത് വളരെ അപൂർവമാണ്. കാരണം ഇത്തരത്തിലുള്ള സംഘങ്ങൾ ഇത് വ്യാജ മദ്യം, ലഹരി തുടങ്ങി വലിയ റാക്കറ്റിൽ പെടുന്നതാണ് ഇത്തരം സംഘങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ഇവരെ എതിർത്തുകൊണ്ട് അവിടെ ജീവിക്കുക, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടികളോ ആയാൽ ഒരിക്കലും പറ്റുന്ന കാര്യമല്ല, ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് ഇത്തരം ക്രൈം നടത്തുന്നവർ പെട്ടെന്ന് കർണാടക, ഗോവ സംസ്ഥാനങ്ങളിലേക്ക് രക്ഷപ്പെടുകയും അങ്ങനെ ആ കേസ് പോലും പലപ്പോഴും തേഞ്ഞു മാഞ്ഞു പോകുന്ന സാഹചര്യമൊക്കെയാണ് ഉണ്ട്. അതുകൊണ്ട് ഇതിലാരും ഏതെങ്കിലും തരത്തിൽ ഇതിൽ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ പോലീസിൽ പരാതി വരുന്നത് പോലും അപൂർവമാണ്. ഇത്തരം കേസുകൾ അത് അത്തരം പുറത്തു വരുന്നത് നമ്മൾ വളരെ അപൂർവമായ മാത്രമാണ് കാണാറുള്ളത്. കാരണം അത്രയും സഹികെട്ടാൽ മാത്രമേ ഇതിൽ പോലീസിലൊക്കെ പരാതി വരാറുള്ളൂ. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം ക്രിമിനൽ സംഘങ്ങളെ നേരിട്ട് ഇവർക്ക് അവിടെ ഒരു പരാതി നൽകി അല്ലെങ്കിൽ പോലീസിലേക്ക് നീതി കിട്ടുമെന്ന് ഇവർക്ക് ഒരിക്കലും പ്രതീക്ഷയില്ല. അതുകൊണ്ടാണ്. പക്ഷേ ഈ സംഭവത്തിൽ അങ്ങനെയല്ല. ഈ ദൃശ്യം മൊബൈൽ ഫോണിലുണ്ട്. ആ ദൃശ്യം അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിച്ചാൽ അത് മറ്റൊരു തരത്തിൽ ഒരു പക്ഷേ അത് വ്യാഖ്യാനിക്കപ്പെട്ടേക്കാമെന്നൊക്കെ കരുതുന്നതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇവർ ഒരു പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാലും പോലീസ് ഈ മൊബൈൽ ഫോൺ വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ വിശദമായി പരിശോധിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ യുവതികൾ ഇത്തരത്തിൽ ഇരയായിട്ടുണ്ടോ, അതിക്രമത്തിന് ഇരയായിട്ടുണ്ടോ എന്നതും വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഏതായാലും വളരെ ഗൗരവത്തിൽ തന്നെ പോലീസ് കേസ് എടുത്തു എന്ന് വേണം പറയാൻ. വളരെ പെട്ടെന്ന് പ്രതികളെ പിടികൂടിയിട്ടുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തടയൽ, അതോടൊപ്പം വീട്ടിൽ അതിക്രമിച്ചു കയറൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങി നിരവധി ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. സദാചാര ഗുണ്ടായിസമാണ് കാസർഗോഡ് മഞ്ചേശ്വരത്തുണ്ടായത്. ഒരു യുവതിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു, അതിനുശേഷം പണം തട്ടാൻ ശ്രമിക്കുന്നവരെ ലൈംഗിക ചൂഷണത്തിന് അവരെ നിർബന്ധിക്കുന്നു. സംഭവത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.